ഹലോ. സൺഡേ ആയിട്ട് ഞാൻ രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കാരണം അമ്മയുടെ അനിയത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞു, മേമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. വേഗം എഴുന്നേറ്റ് പണികളൊക്കെ കഴിഞ്ഞ് ഉണ്ണികളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് പണികളൊക്കെ പെട്ടെന്ന് കഴിയണമായിരുന്നു. അപ്പോൾ വേഗം എഴുന്നേറ്റു. കുറച്ച് പണികളും കഴിയുമ്പോഴത്തേനും അവർ വന്നു. നേരത്തെ എത്തി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് പണികളൊക്കെ ഞാൻ കഴിച്ച് വെച്ചു. അമ്മ പിന്നെ അടുക്കളയിലുള്ള പണികളൊക്കെ അമ്മയായിരുന്നു. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ അത് നോക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോയി കുളി ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അവിടെ പിന്നെ ഫ്രണ്ടിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവർ ഓടലും പിടിക്കലൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ഫുഡ് നമുക്ക് പത്തിരിയും പോർക്കും കൂർക്കയായിരുന്നു കേട്ടോ. എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം പോലും ചിന്തിച്ചത്. അതിന് മുന്നേ വരെ ഇതിനെ പറ്റിയൊന്നും ഞാനൊന്നും ഓർത്തു പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി, സലാഡ്, പപ്പടം, അച്ചാർ, ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോളൊക്കെ പാസ് ചെയ്ത് കളിക്കായിരുന്നു കേട്ടോ. അമ്മ കണ്ണനും കൂടിയും ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് പോകണമെന്ന് പറഞ്ഞു. പോകാമെന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് സാധനങ്ങളും ഇതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോയി. കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 16 കടയിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ്, ഒരു ട്രിപ്പോ ടൂറോ, സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഹോം വെയർ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാനും എടുത്തു. അപ്പോൾ കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുഷ്പോത്സവം കാണാൻ പോയി. നമ്മുടെ തൃശ്ശൂർ പുഷ്പോത്സവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെ അവിടെ ബസ്സിലാക്കി കൊടുത്തിട്ട് ഇവർക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഒരു 6 മണിയായി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 6 മണിയായി. അപ്പോൾ അവരവിടെ ബസ്സിൻ്റെ കയറ്റി വിട്ട് ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ പിന്നെ നേരെ പുഷ്പോത്സവം, അത് നമ്മുടെ ശക്തൻ്റെ അപ്പുറത്ത് തന്നെയാണല്ലോ പുഷ്പോത്സവം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്നു. അവിടെ വന്ന് കുറച്ച് നേരം ഫസ്റ്റ് കട്ട പോസ്റ്റായിരുന്നു. കാരണം അവിടെ ഗൂഗിൾ പേ ഇല്ല. നമുക്ക് പൈസ കൊടുത്തിട്ടേ കയറാൻ പാടുള്ളൂ. പൈസ കൊടുക്കണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ പേ അലൗഡ് അല്ല, കാർഡ് അലൗഡ് അല്ല. അപ്പോൾ അമ്മ പൈസ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനും കണ്ണനും കട്ട പോസ്റ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അമ്മ വന്നു. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങി. കുറച്ച് നല്ല നല്ല പൂവൊക്കെ വിരിയുന്ന കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടോ. നല്ല ആംബിയൻസും ഒക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശനി ഞായറൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇവിടേക്ക് ഇറങ്ങിക്കോട്ടോ. അതുപോലെ തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ട്. നമുക്ക് നൈറ്റ് എത്ര മണി, ഒരു 9 മണി വരെയൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.